നടിക്ക ഈ കാറ്റും അശോക കുട്ടി പോണി ടൈല് ക്യൂട്ട കയ്യിൽ മാടികിട്ട നിലവോട് മോർണിംഗ് വാക്ക നമസ്കാരം. അയലത്തെ മലയാളിയാണ്. അങ്ങനെ ആഴ്ചകളായിട്ട് ദിവസങ്ങളായിട്ട് നമ്മൾ ശക്തമായിട്ട് എതിർക്കുകയും വിമർശിക്കുകയും ചെയ്തിരുന്ന ബന്ധമായിരുന്നു PR വിനു വിജയും അനുമോളും തമ്മിലുള്ളത്. ഇപ്പോൾ ഏറ്റവും പുതുതായിട്ട് വരുന്ന വാർത്ത എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ അടിച്ച് പിറിഞ്ച്. അവർ എങ്ങനെ അടിച്ച് പിരിഞ്ച് അവർ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു. ഇപ്പോൾ അൺഫോളോകളുടെ കാലമാണ്. PR ചാനലുകളെല്ലാം ഇപ്പോൾ ശൈത്യയെ നമ്മുടെ ആദരനൂറന്മാർ അൺഫോളോ ചെയ്തതിനെയൊക്കെ വാനോളം പുകഴ്ത്തിക്കൊണ്ട് അങ്ങനെ അവരുടെ കട്ടപ്പ സ്വഭാവം പുറത്തായി എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാ യൂട്യൂബ് ചാനലുകളും പ്രത്യേകിച്ച് PR യൂട്യൂബ് ചാനലുകളും ഇങ്ങനെ ശൈത്യക്കെതിരെ ആദരനൂറന്മാർക്കെതിരെ ഇങ്ങനെ ആക്ഷേപ ശരങ്ങളും അതുപോലെയുള്ള കാര്യങ്ങൾ പുറത്തുവിടുമ്പോൾ ഇപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് എടുത്തു വെക്കുകയാണ് മറ്റൊരു അൺഫോളോ. ഇറ്റ് ഈസ് അനുമോൾ അൺഫോളോസ് PR വിനു വിജയ്. ഇതിൻ്റെ അകത്ത് ഏറ്റവും വലിയ രഹസ്യം, ഏറ്റവും വലിയ രസമുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വിജയിച്ച് പുറത്തേക്ക് വന്ന അനുമോള് അവളുടെ ആദ്യത്തെ ആ ഒരു ലൈവിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇനി ആരും എനിക്ക് വേണ്ടിയിട്ട്, എൻ്റെ പ്രേക്ഷകരോ എൻ്റെ ആൾക്കാരോ എനിക്ക് വേണ്ടി ഇനി നെഗറ്റിവിറ്റി ആരോട് ഫൈറ്റ് ചെയ്യാനായിട്ട് പോകണ്ട. അതിൻ്റെ ഉള്ളിലുണ്ടായിരുന്ന അനുമോൾ മാറിക്കഴിഞ്ഞു. വേഷവിധാനം, കുലസ്ത്രീ, കരച്ചിൽ, ബാക്കിയുള്ള കാർഡുകളെല്ലാം അതിൻ്റെ ഉള്ളിലെ ഒരു ഗെയിം സ്ട്രാറ്റജി ആയിരുന്നു. പുറത്ത് അങ്ങനെയുള്ള ഒരു അനുമോളല്ല. അങ്ങനെയുള്ള ഒരു അനുമോളോ അല്ലെങ്കിൽ നിങ്ങൾ ബിഗ് ബോസിന്റെ അത് കണ്ട ഒരു അനുമോളല്ല പുറത്തുള്ള അനുമോള്. അതുകൊണ്ട് തന്നെയാണ് എൻ്റെ വീഡിയോക്കകത്ത് എല്ലാ വീഡിയോക്കകത്ത് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഈ PR വിനു വിജയ് കൂടി പല കാര്യങ്ങളും പുറത്തു ചെയ്തത് അത് അനുമോളിന്റെ അനുമതിയോ സമ്മതമോ അറിവോ ഇല്ലാതെയാണ്. ഇപ്പോ അനുമോളിന്റെ അമ്മാവനെ വെച്ച് യാചിക്കുന്ന തരത്തിലുള്ള വീഡിയോ ചെയ്തു. അതെങ്ങനെ ചെയ്തു? അതൊക്കെ PR-ന്റെ ഓരോ കഴിവുകളാണ്. അതുപോലെ തന്നെ വീട്ടുകാരെ വെച്ച് വോട്ട് ചോദിക്കുന്നു. ചില സോഷ്യൽ മീഡിയ വോട്ട് ചോദിക്കുന്നതല്ല, മെഡിക്കൽ കോളേജിന്റെ മുന്നിൽ നിന്ന് വോട്ട് ചോദിക്കുന്നു. അതുപോലെയുള്ള കാര്യങ്ങളും അനുമോള് പോലും അറിയാത്ത വലിയ കാര്യങ്ങൾ അതിന്റെ ഉള്ളിൽ സംഭവിച്ചു. ഓക്കെ, എന്തെങ്കിലും ആയിക്കോട്ടെ, ഗെയിം കഴിഞ്ഞു. ഇനി അങ്ങനത്തെ നെഗറ്റീവ് ആളുകളുമായിട്ട് തനിക്ക് ബന്ധം വേണ്ട എന്ന് അനുമോള് ധീരപൂർവ്വം തീരുമാനിച്ചിരിക്കുന്നു. കാരണം തന്റെ കരിയറിന് അത് ദോഷകരമാണ്. തനിക്ക് മുഴുവൻ ചുറ്റും നെഗറ്റിവിറ്റിയാണ്. അത് എന്തുകൊണ്ടാണ് നെഗറ്റീവ് വന്നത്? ഈ നെഗറ്റീവ് ആളുകളുമായി കൂട്ടുകൂടി നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ അനുമോൾ അങ്ങനെ ആയിരുന്നില്ല. അപ്പോൾ ആ അനുമോള് സത്യം തിരിച്ചറിഞ്ഞു കഴിഞ്ഞപ്പോൾ അനുമോൾ PR വിനു വിജയനെ തള്ളി പറഞ്ഞു. വിജയോട് പറഞ്ഞു, ഇനി ഇമാതിരിയുള്ള നാറ്റ കേസുകൾ, തീട്ട കേസുകളുമായിട്ട് ഇനി വരരുത്. ഇനി അങ്ങനെയുള്ള തീട്ട കേസുകളുടെ പിന്നാലെ നടക്കാൻ എനിക്ക് സമയമില്ല. ഞാൻ എൻ്റെ സക്സസ്, എൻ്റെ വിജയം ഞാനൊന്ന് ആഘോഷിക്കട്ടെ. എൻ്റെ വിജയത്തിന്റെ പിന്നാലെ ഞാൻ ഇനി എൻ്റെ കരിയറുമായിട്ട് മുന്നോട്ട് പോകട്ടെ. അത് വിനു വിജയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അതായിരിക്കാം അതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം തന്റെ ഇപ്പോൾ ഞാൻ ഇവിടെ വെളിപ്പെടുത്താൻ പോകുന്നത് വിനു വിജയന്റെ തന്നെ പോസ്റ്റാണ്. ഈ പോസ്റ്റില് വളരെ കൃത്യമായിട്ട് ഇംഗ്ലീഷിൽ എഴുതിയിരിക്കുന്ന ഈ പോസ്റ്റില് വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അനുമോളെ ചുറ്റിപ്പറ്റി യൂട്യൂബ് മീഡിയയില് എന്നെ കുറിച്ച്, അതായത് വിനു വിജയനെ കുറിച്ച് ഒത്തിരിയേറെ നെഗറ്റിവിറ്റി പറക്കുന്നു, നെഗറ്റീവ് കാര്യങ്ങൾ മാത്രം പരക്കുന്നു. അതുകൊണ്ട് അനുമോൾ തന്റെ ആ വിജയത്തിന്റെ പാതിരോട് മുന്നോട്ട് പോകട്ടെ, ഞാനൊരു വിലങ്ങുതടിയായിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇവര് തമ്മിൽ പിരിഞ്ഞതിന്റെ പറയാണ്. തൊട്ടുപിറകെ ഒരു റീലും ഇട്ടിട്ടുണ്ട്. ആ റീലും ഞാനിപ്പോൾ അടിയിൽ പ്ലേ ചെയ്യുന്നുണ്ട്, സൗണ്ട് ഇല്ലാതെ പ്ലേ ചെയ്യുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കാം. അപ്പോൾ ഇതിന്റെ പിന്നിൽ ഞാൻ അവിശുദ്ധമായ കൂട്ടുകെട്ട്, അസത്യമായ കാര്യങ്ങൾ അത് എവിടെ നടന്നിട്ടുണ്ടെങ്കിലും പുറത്തു വരും. ഇനിയും സത്യങ്ങൾ പുറത്തു വരും. അങ്ങനെയുള്ള സത്യങ്ങൾ പുറത്തു വന്നു കഴിയുമ്പോൾ ഈവൻ കള്ളയോട്ടിന്റെ കാര്യത്തിൽ കൂടിയാണെങ്കിൽ കൂടി ഒത്തിരിയേറെ കാര്യങ്ങളുണ്ട്. പക്ഷെ ഇതിലൊന്നും നമ്മൾ ഒരിക്കലും ഡയറക്റ്റ് ആയിട്ട് അനുമോളെ അല്ല കുറ്റം പറയുന്നത്. പക്ഷെ അനുമോള് പൈസ ഏൽപ്പിച്ചിട്ട് പോയ അവര് വിജയത്തിന് വേണ്ടി ഏതറ്റം വരെ പോകും. അവരെ സംബന്ധിച്ചിടത്തോളം മാർഗമല്ല, ലക്ഷ്യമാണ് പ്രധാനം. അവര് ആരൗട്ടായാലും ആര് പുറത്തു പോയാലും അവർക്ക് യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടുമില്ല. അവര് ചിന്തിക്കുന്ന ആള് അതിന്റെ ഇന്നായിരിക്കണം. അത് 1.5 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ശൈത്യ, 16 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ കപ്പ്, ആ 16 ലക്ഷം രൂപ കൊടുക്കുന്നവർക്ക്. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യത്തെ ജിൻഡോയുടെ അനുഭവം, ജിൻഡോ കപ്പ് കൊണ്ട് നേടിച്ചിട്ട് എന്ത് മെച്ചമുണ്ടായി, എന്ത് തരത്തിലുള്ള ഗുണമുണ്ടായി? ആ കപ്പും അതിന്റെ കൂടെ കിട്ടിയ 50 ലക്ഷം രൂപ കൂടെ അല്ലാതെ വേറെ എന്ത് തരത്തിലുള്ള ഗുണമാണ് നമ്മുടെ ജിൻഡോയ്ക്ക് കിട്ടിയത്? അതുപോലൊരു അവസ്ഥയിലേക്ക് അനുമോള് നീങ്ങിപ്പോയിക്കൊണ്ടിരിക്കുമ്പോൾ ബാക്കിയുള്ള മത്സരാർത്ഥികളെല്ലാം, ഇവൻ നമ്മുടെ രേണു സുധി പോലും ലോകത്തെമ്പാടും
ഇപ്പോ ഉദ്ഘാടനങ്ങളൊക്കെ ആയിട്ട് ഇപ്പൊ ഗൾഫ് നാടുകളിൽ പറന്നു കിടക്കുകയാണ്. അങ്ങനെ നടക്കുമ്പോൾ ഇവിടെ അനുവിന്റെ ഉള്ള സ്റ്റാറ്റസ് വെച്ചിട്ട് മുന്നോട്ടൊരു സ്റ്റെപ്പ് ഇതേവരെ എടുക്കുവാനായിട്ട് സാധിച്ചിട്ടില്ല. ഒരു കേക്ക് മുറിക്കുവാനായിട്ട്, ഒരു കേക്ക് മിക്സ് ചെയ്യാനായിട്ട് പോകുന്നതോ, അതല്ലെങ്കിൽ എല്ലാ പ്രാവശ്യത്തെയും പോലെ അവിടെ പോയി തീറ്റ മത്സരത്തിൽ ഫസ്റ്റ് മേടിക്കുന്നു അല്ലല്ലോ ഒരു വിജയുടെ ഒരു മുന്നോട്ടുള്ള പ്രയാണം. അത് റോബിന് പറ്റിയോ? റോബിൻ വിജയിച്ചില്ലെങ്കിൽ പോലും റോബിന് കിട്ടിയ പോലെ ഒരു പ്രയാണമാണ് ആഗ്രഹിക്കുന്നത്. അതല്ലെങ്കിൽ അഖിൽ മാരാർക്ക് കിട്ടിയതുപോലെയുള്ള ഒരു മുന്നോട്ടുള്ള പോക്കാണ് ആഗ്രഹിക്കുന്നത്. അത് സാധിക്കാത്ത വിധം നെഗറ്റീവായിട്ട് ജനങ്ങളുടെ ഉള്ളിലേക്ക് തന്നെ കടത്തിവിട്ടതിന്റെ ഒരു ഉത്തരവാദിത്തം ബിനു വിജയ്ക്ക് തന്നെയാണ്. പല കാര്യങ്ങളും അതിൽ ആദ്യം തന്നെ അനുമോളും മണ്ടത്തരം കാണിച്ചു. അതിന്റെ ഉള്ളിൽ വെച്ച് ഒരിക്കലും പറയാൻ പാടില്ലായിരുന്നു. ഈ PR കാര്യം PR കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇത് പറയാൻ പാടില്ലായിരുന്നു. പക്ഷേ അത് നാക്കുപിഴ ദൈവം പറയിപ്പിച്ചു. രണ്ടാമത് ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് PR പുകഞ്ഞു പുറത്തു ചാടി. പിന്നീട് OR ആയി PR ആയി പല വേഷങ്ങളിൽ ആടി അയാൾ തകർക്കുകയായിരുന്നു. അതായത് തന്നെ പരസ്യം ചെയ്യുകയായിരുന്നു അടുത്ത വർഷത്തെ ആൾക്കാരോട്. എന്നെ എടുക്കണമെങ്കിൽ ഐ ആം വെരി കോസ്റ്റ്ലി. PR വിനു വിജയ് ഈസ് കോസ്റ്റ്ലി. ദിസ് ഇയർ 16 lakhs. കമ്മിങ് ഇയർ ഇറ്റ് വിൽ ബി 25-30 ലക്ഷം രൂപയ്ക്ക് തരേണ്ടി വരും. നിങ്ങൾക്ക് വിജയം വേണോ? പൈസ ഇറക്കണം. പൈസ ഇറക്കി പൈസ വരണം. പൈസ ഇല്ലേ ഒന്നുമില്ല, കപ്പുമില്ല, ഒരു കോപ്പുമില്ല. അല്ലാതെ നിങ്ങൾ കളിച്ചിട്ടോ നിങ്ങൾ ബാക്കി എന്ത് കാണിച്ചിട്ടോ യാതൊരു കാര്യമില്ല. എന്ത് നെഗറ്റിവിറ്റി വേണേലും കാണിച്ചോ, പക്ഷെ എനിക്ക് പൈസ താ, ഞാൻ നിങ്ങളെ വിളിപ്പിക്കാം. കാരണം എനിക്കിവിടെ ഒരു വലിയ സന്നാഹങ്ങളുണ്ട്. അപ്പോൾ ഈ PR ചാനലുകളെല്ലാം എനിക്ക് ആകാംക്ഷയോടെ ഞാൻ കാത്തിരിക്കുകയാണ് അതിലും രാജേട്ടനും ഒക്കെ എന്നാ പറയണേന്ന്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാല് അവര് പറയണം, ഇതിന് ഉത്തരം പറയണം. അവര് അവിടെ ഇവിടെയും തൊടാതെ മെഴുകിയിട്ടങ്ങ് പോയാ പോരാ, ഉള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പറയണം. ഈ തരത്തിലുള്ള അനീതിയും അക്രമവും എപ്പോഴും വിജയിക്കുകയില്ല. കാരണം കർമ്മം മാത്രമല്ല, ദൈവം എന്ന് പറയുന്ന ഒരാള് മുകളിലുണ്ട് എങ്കിൽ അദ്ദേഹം സത്യം പുറത്തു വന്നിരിക്കും. കാരണം ഒത്തിരിയേറെ കണ്ണുനീര് ഇന്നലെയും ഇന്നൊക്കെ ആയിട്ട് വീഴുന്നുണ്ട്. നമ്മുടെ ബിഗ് ബോസ് സീസൺ തുടങ്ങിയപ്പോൾ മുതൽ എത്ര പേരുടെ കണ്ണുനീരാണ്, എത്ര പേരുടെ നേരെയുള്ള അപവാദങ്ങളാണ്. ഒരു മയവും ഇല്ല. അതിപ്പം ജിസയിലായിക്കൊള്ളട്ടെ, നമ്മുടെ ആര്യനായിക്കൊള്ളട്ടെ, അത് വേറെ ആരെങ്കിലും ആയിക്കൊള്ളട്ടെ, ആരുടെ നേരെ അപ്പാനി, ബിൻസി അപ്പാനിയുടെ ഭാര്യ, ബിൻസിയുടെ അപ്പൻ, അക്ബർ, ഇനി ആരെങ്കിലും ആയിക്കോട്ടെ, എല്ലാവരുടെ നേരെയും ആരോപണ ശരങ്ങള്, അത് തകർക്കുന്ന രീതിയിലുള്ള ആരോപണ ശരങ്ങള് നീട്ടിവിടുക. അത് പുറത്ത് ഏറ്റുപിടിച്ച് അതിനേക്കാട്ടിലും വലിയ തരത്തിലുള്ള രീതിയിലേക്ക് കൊണ്ടുവരിക. ദേഹത്തും തൊട്ടതും പിടിച്ചതും എല്ലാം വേറെ ആംഗിളില് വീഡിയോ എടുത്തത് പുറത്ത് കൊണ്ടുവരിക. അതിന്റെ ഒക്കെ പിന്നിലെ കരാള ഹസ്തങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ കേരളം കാണാനിരിക്കുന്നതേ ഉള്ളൂ. കേരളത്തിന്റെ മുന്നിലേക്ക് ഇതാ വലിയ ഒരു അഴിമതിയുടെ, വലിയ ഒരു തെറ്റിന്റെ ഒരു തുറന്നു കാട്ടൽ. അത് ജനങ്ങളെ ഏറ്റെടുത്ത് കഴിഞ്ഞ 2-3 ആഴ്ച കാലമായിട്ട് ജനങ്ങളെ ഏറ്റെടുത്ത് ചോദ്യം ചെയ്ത് ഇതാ അവർക്ക് പൊറുതു പൊട്ടിയിട്ടാണ് അവര് ഈ തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് അവർ പോകുന്നത്. അവരുടെ കരിയറുമായിട്ട് അവർ മുന്നോട്ട് പോകുമ്പോൾ അവർക്ക് ഇതാണ് നല്ലത്. പക്ഷെ നമ്മള് ജനങ്ങൾക്ക് വേണ്ടത് സത്യമാണ്. സത്യം ഇനിയും മറനീക്കി പുറത്തു വരും. ആ മറനീക്കി പുറത്തു വരുന്ന സത്യം കേൾക്കുവാനായിട്ട് നമുക്ക് കാത്തിരിക്കാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, സത്യമേവ ജയതേ.